എന്താ വേണ ഒരു ലോറി കൈവശം ഉണ്ടെന്ന് വെച്ച് എവിടെയും കൊണ്ടുവന്നെങ്കിൽ ചാരിക്കളയാമെന്നോ? ഈ രാജ്യത്ത് ചില ട്രാഫിക് റൂൾസ് ഉണ്ട്, അറിയാവൂടാ. ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതാ മോനെ, ക്ഷമിക്കണം. ചായ കുടിക്കുന്നതും ചാരായം കുടിക്കുന്നതും ഇവിടെ പ്രശ്നം. സൈഡ് അറിയണം, ട്രാഫിക് റൂൾസ്. ലോറി സൈഡ് തെറ്റിച്ചിട്ട് അവിടെ ശിക്ഷ എന്താണെന്ന് അറിയാവൂടാ? അറിയാമോന്ന്? അറിയില്ലേ മോനെ? പിന്നെ ഏത് കോന്തനാടാ അതിനൊക്കെ ചന്ദ്രവളയം പിടിക്കാൻ ലൈസൻസ് എന്നത്? പാരട്ട ഒഴിഞ്ഞ കീശയുമായിട്ട് വന്നിരിക്കുന്നു. പേരാവുന്നേരട്ട ഇവരുടെ പേരില് ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കിയത്. ഒരു 500 രൂപ എല്ലാം കെട്ടിവെച്ചിട്ട് പൊക്കോട്ടെ. മദ്യപിക്കാനായിട്ട് പോയിരുന്നു എന്നൊരു ക്ലാസ്സോടെ ചേർത്തനെ. പോകടാ. ടൂത്രി കിട്ടാതെ രണ്ടെണ്ണത്തിന് ഞാൻ ഇവിടെ നിന്ന് വിടത്തില്ല. ഗുഡ് മോർണിംഗ്. അത് കൈയിരിക്കട്ടെ. ലോറിയിൽ ഓണർ ആയിരിക്കും അല്ല എങ്കിൽ പിന്നെ ഓണർക്ക് വേണ്ടി ശിപാർശ ചെയ്യാൻ വന്നവനായിരിക്കും. ഇൻസ്പെക്ടറുടെ മുറിയതാ. പിന്നെ ഇൻസ്പെക്ടർ എന്നിട്ട് എന്താ ചെയ്യാനാ? ഒരു ഇൻസ്പെക്ടർ വിചാരിച്ചാലും ഈ തൊണ്ടി പോകുന്നിട്ട് ഒന്നും പുളുത്താനില്ല. ഞാൻ പിടിച്ചാൽ ഒരു പിടിയായിരിക്കും. ഇവര് എന്ത് കുറ്റാ ചെയ്ത്? ലോറി സൈഡ് തെറ്റിച്ചിട്ടെന്ന്. അപ്പോഴാണ് സ്കൂൾ ബസ് ഇങ്ങോട്ട് വന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളും പൊന്നുപോലത്തെ വാധ്യായനിമാരുമാണ് അതിനകത്തുള്ളത്. ലോറി സൈഡ് തെറ്റിച്ചിട്ടുള്ള വിവരം അവർക്കറിയാമോ? ഒരൊറ്റ ഇടിയാണ്. പൊടി കാണുമോ? ഭാവിയിൽ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ആകാനുള്ള പൗരൻ വരെ അതിനകത്തുണ്ട്. അത് ഓർക്കണം. ഏതായാലും സ്കൂൾ ബസ് വന്ന് ലോറിയിൽ ഇടിച്ചില്ലല്ലോ സാറേ. സാറോ? ഞാനിങ്ങനെ നല്ല സാറാവുന്നത് തന്നെ 1ാം ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ടോ? എനി പോണേ. ഒരു ഒപ്പിട്ടിട്ട് പോയേക്കാം. ഒപ്പോ? ആരുടെ ഒപ്പ്? എന്തൊപ്പ്? ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ എസ് ഐ അല്ലേ? ആര് പോയില്ലേ? അദ്ദേഹത്തിന് പകരം വന്ന എസ് ഐ ഞാൻ. മേലെ സൈഡ് ഇരിച്ച് വണ്ടി എടുത്തോ പൊയ്ക്കോ. ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാണ് ഏമാനെ. അവിടത്തേക്ക് ഒന്നും തോന്നരുത്. ഇവൻ നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞല്ലോ ഗോമതി. സ്ഥലം മാറി വരുന്ന വിവരത്തിന് ഒരു കത്ത് പോലും അയക്കാതെ വന്നത്. അതാണ് എന്റെ ഒരു സ്റ്റൈല്. പോലീസ് സ്റ്റേഷനിൽ പോലും ഞാൻ വന്നതിന് ശേഷം വിവരം അറിയാവുന്ന എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ സ്റ്റേഷനിൽ ഒളിച്ചു വരുന്ന ഒരു സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ അഭിപ്രായമല്ലേ, മറ്റുള്ളവരെ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അയ്യോ വഴക്കാക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഗോമതി, നീയും ലേഖയും കൂടി ഇവന് കൊടുക്കാൻ വേണ്ടി നേരം വെളുക്കുന്നവരെ എന്താ ഉണ്ടാക്കിയത്? കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുമായിരുന്നു ചേട്ടാ. ചേട്ടന് ഉണ്ണിയപ്പം വലിയ ഇഷ്ടമാണ് അച്ഛാ. അപ്പൊ ഞാൻ ഇന്ന് വരുന്നുള്ള വിവരം ഇവിടെ എല്ലാവർക്കും അറിയായിരുന്നോ? അതിന് എന്നെ നോക്കുന്ന എന്തിനോ? നീ ദിവസവും അവൾക്ക് കത്തെഴുതും, അവൾ അത് എന്നോട് പറയും, ഞാനത് ഇവരോട് പറയും. ഇവിടെ ആരെ വിളിക്കാനാ? അപ്പൊ നീയാണ് കാല് വാരിയത്. അതാണ് എന്റെ ഒരു സ്റ്റൈൽ. എന്റെ ഒരു സ്റ്റൈല്. അമ്മാവന്റെ മകളായി പോയില്ലേ? പഠിത്തമൊക്കെ നിർത്തി വീട്ടിലിരുന്ന് ബോറടിക്കല്ലേ? ദിവസം ഓരോ കത്ത് എഴുതിയിട്ടേക്കാന്ന് കരുതി. പാവം, വല്ലതും വായിച്ചോണ്ടിരുന്നോട്ടെ എന്ന് കരുതി. അല്ലേ ഇനിയാ? വരാതെ ഏട്ടാ, വരാതെ. ആ, നീ പോയി കുളിച്ച് ഡ്രസ് ചെയ്യ്. ചെല്ലേ. ജയ, നീ ബാങ്ക് പോകുന്നില്ലേ? പോകാൻ ഇറങ്ങിയപ്പോഴേ ഇൻസ്പെക്ടർ സാർ ഇരുന്നല്ലേ. ഞാൻ ആ വഴി കമ്പനിയിലേക്ക് പോകും. ആ ലണ്ടനിലേക്കുള്ള ഓർഡറിന്റെ കാര്യം എങ്ങനെ? അതൊക്കെ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. എല്ലാം വേണ്ടതുപോലെ ചെയ്തേച്ചാ മതി. എന്നോടൊന്നും ചോദിക്കാനില്ല. ശരി അമ്മ. ഏതായാലും സുരേഷ് വന്നിട്ടുണ്ടല്ലോ. ലേഖയുടെ കാര്യത്തിൽ ചേട്ടൻ ഇനിയെങ്കിലും ഒരു തീരുമാനമെടുക്കണം. എന്ത് തീരുമാനിക്കാൻ? എന്റെ ഒറ്റ മകള്, ഒരുപാട് സ്വത്ത്, 2 അനന്തരവന്മാരും. ആരെങ്കിലും ഒരാൾ അവളെ കല്യാണം കഴിക്കും. അതൊരു നല്ല തീരുമാനമാണോ ചേട്ടാ? എങ്കിൽ ഗോമതി തീരുമാനിക്കൂ. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജയനെ എന്റെ ചേച്ചി പ്രസവിച്ചു, സുരേഷിനെ ഞാൻ പ്രസവിച്ചു.
രണ്ടുപേരും എനിക്ക് മക്കളാ. എങ്കിൽ പിന്നെ ഈ രണ്ടുപേരിൽ ആര് വേണമെന്ന് ലേഖ തീരുമാനിക്കട്ടെ. അവളുടെ ഇഷ്ടമനുസരിച്ച് നടത്തി കൊടുക്കാം. പിന്നെ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ? പഠിച്ചുകൊണ്ടിരുന്നപ്പോ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞു. പഠിത്തം കഴിഞ്ഞപ്പോ ഉദ്യോഗം കിട്ടട്ടെ എന്ന് പറഞ്ഞു. ഉദ്യോഗവും കിട്ടി. ഇനി എന്താ ഭാവം? നിന്റെ ഭാവം എന്താ? അതൊന്നറിയട്ടെ. എനിക്കിനി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. വേണ്ട, നീ ഇവിടെ ഇരുന്നോ. നിന്നോട് ആരെങ്കിലും നിൽക്കാൻ പറഞ്ഞോ? പിന്നെ കളിതമാശയൊക്കെ പോവും. ജയേട്ടന് ഒരു നോട്ടമുണ്ട്. ജയേട്ടന് നോട്ടോ? ആരെ? നിന്നെ? നിനക്ക് നോട്ടം ഉണ്ടോ? പിന്നെ വേറൊന്നും വേണ്ടേ? അതിരിക്കട്ടെ, ജയേട്ടന് നോട്ടം ഉണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ആണിന്റെ നോട്ടം കണ്ട പെണ്ണിന് മനസ്സിലാവില്ലേ? ഓഹോ, പെണ്ണിന് അങ്ങനെ ഒരു സാമർഥ്യം ഉണ്ടോ? ശരി, എങ്കിൽ ഈ നോട്ടത്തിന്റെ അർത്ഥം എന്താന്ന് പറയാം. പറയട്ടെ? പൊന്നു മോളെ, കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് വളർന്നതാ. വേറെ ആരെയും നീ കെട്ടല്ലേടി മോളേന്ന്. ഒലക്ക വിഴുങ്ങി. എടി പെണ്ണെ ലേഖേ, നീ എന്നെ അല്ലാതെ വേറെ ആരെയെങ്കിലും കല്യാണം കഴിച്ചാൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. അതായിരുന്നു അർത്ഥം. മനസ്സിലായോ? സുരേഷ്, അപ്പച്ചി വിളിക്കുന്നു. കാപ്പി കുടിക്കാനാ. ഈ അപ്പച്ചിമാരെ കൊണ്ട് തോറ്റല്ലോ. കാർത്തിയായനി എവിടെ? അവള് നാട് വിട്ട് കാണും. എടീ മോളെ അമ്മണിക്കുട്ടി, എന്താ? നിന്റെ അമ്മ എവിടെ കെട്ടിയെടുത്തോണ്ട് പോയി? അമ്മ അടുക്കളയിലുണ്ടാ. നേരം വെളുത്ത വേള അവളെ എന്തോ മലപറിക്കാ അടുക്കളക്കകത്ത്. എന്ത് വേണം? കാർത്തിയാനിക്ക് എന്ത് വേണമെന്ന്? ഓഹോ, നീ ബാറ്റ് കളിക്കുകയായിരുന്നു. വിളിച്ച എന്താണെന്ന് പറഞ്ഞു മനുഷ്യ. നീ എന്റെ വര കണ്ടോ? ഈ പരുവത്തിൽ എന്തിനു കൊള്ളാം? അതിപ്പോ പ്രായമായ പെണ്ണിന്റെ മുമ്പ് വെച്ച് ഞാൻ എങ്ങനെയാ പറയുന്നേ? എടി എന്റെ തൊപ്പി എവിടെയെന്ന്? നിങ്ങളുടെ തൊപ്പി എന്റെ തലയിലാണോ ഇരിക്കുന്നേ? വെട്ടടുത്ത് പോയി തിരക്കണം. അതിവിടെ കാണുന്നില്ലെന്ന്. കാണുന്നില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. തൊഴി വെച്ച് തന്നാലുണ്ടല്ലോ. ഇനി കവാത്തിന് വന്ന നേരമായി. അപ്പോഴാണ് അവളുടെ ഇത് കേട്ടോടി മോളെ, നിന്റെ അച്ഛനെ കവാത്തിന് പോന്നെന്ന്. അയ്യോ അച്ഛാ, അതെന്ത് പറ്റി? പുതിയ രസമായി വന്നിരിക്കുന്നു. പുത്തനച്ചി പിറപ്പുറം തൂക്കുന്നു കേട്ടിട്ടില്ലേ? ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കവാത്തിന് പോയില്ലെങ്കിൽ റിമാർക്ക് എഴുതുമെന്ന്. ആ, ചുമ്മാ പോയി ചവിട്ടെ. വയസ്സുകാലത്ത് കൈയും കാലും ഒക്കെ നിളകട്ടെ. മര്യാദ തൊപ്പി നോക്കിയെടുത്തുള്ളൂ. എടി മോളെ, ആ കട്ടലിന്റെ കീഴിലെങ്ങാനും ചെന്ന് നോക്ക്. അവിടെ കാണും കാണും. വേഗം വേണം, എനിക്ക് നേരമായി. പാതിരാത്രി ആകുമ്പോ മൂക്കറ്റം കള്ളും കുടിച്ച് തലയും കുത്തി കേറി വരും. എന്നിട്ട് ഉടുത്തിരിക്കുന്ന എല്ലാം 4 പാടും വലിച്ചെറിഞ്ഞിട്ട് കട്ടിലേക്ക് ഒരു വീഴ്ചയാ. പിന്നത്തെ കൂത്താണ് മുതുകൂത്ത്. ആ, മുതുകൂത്താണെങ്കിലും ഇളങ്കൂത്താണെങ്കിലും പിള്ളേർ താരായി. ആ വിശേഷം ഒന്നും പറയണ്ട. പിന്നെ ചിട്ടിപ്പണം കിട്ടുന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. ഓടി അവിടുന്ന്. അവർക്ക് ചിട്ടിയുടെ കാര്യം, എനിക്ക് തൊപ്പിയുടെ കാര്യം. ആ കാശ് കിട്ടിയിട്ട് വേണം പെണ്ണിനെ കെട്ടിച്ചയക്കാൻ. 3 അയച്ചില്ലേ? ഇതിന് ഞാൻ അന്തസ്സായിട്ട് തന്നെ അയക്കും. അത് അന്തക്കാലം. ഇപ്പൊ പെൻഷൻ ആകാറായി. കയ്യിൽ വല്ല കൂറയുണ്ടോ? കൂറയുണ്ടോ ചോദിച്ചപ്പോ പെണ്ണ് വരുന്നു. ഇതേച്ച തൊപ്പി ഇതെവിടെ ഇരുന്നു മോളെ? അമ്മയുടെ തലേനയുടെ താഴെ. അതെങ്ങനെയാ അവിടെ വന്നു? ബോധം ഉണ്ടായിരുന്നെങ്കിലല്ലേ അറിയത്തുള്ളൂ. അറ്റൻഷൻ! അല്ല, നിന്റെ അമ്മയുടെ നായരെ കാണാൻ പോകുന്നു.